റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ പായസത്തിൻ്റെ റെസിപ്പീസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഓണമായിട്ട് എന്തായാലും നമുക്കൊരു പായസം വേണ്ടേ. അപ്പം പായസങ്ങളിൽ പ്രധാനമായിട്ടുള്ള അടപ്രഥമൻ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം നമുക്ക് അടപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം അരിയുടെ അടയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് വലിയ പീസാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇപ്പോൾ അതാ ഞാനിത് നന്നായിട്ടൊന്ന് മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ, ഈ ഒരു വലിപ്പത്തിലാണ് നമുക്കിത് മുറിച്ചെടുക്കേണ്ടത്. നമ്മൾ പാലടയുടെ കൂട്ട് തീരെ ചെറുതായിട്ടല്ല ഇതിൻ്റെ അട മുറിക്കേണ്ടത്. ഈ ഒരു വലിപ്പത്തിൽ സ്ക്വയർ പീസായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇനി ഞാനിവിടെ ചവ്വരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ചവ്വരി 2 മണിക്കൂറൊന്ന് കുതിർത്ത് വെച്ചേക്കുകയാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചേക്കുന്ന ചവ്വരിയാണിത്. ഇനി ഞാനിവിടെ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് 1.5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. വലിയ ഒരു തേങ്ങയും ഒരു തേങ്ങയുടെ പകുതിയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് 1/4 പാൽ പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ അതാ ഞാനിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം പാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു അരിപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ 1/4 പാലിനായിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ അതാ ഞാൻ 1 കപ്പ് 1/4 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ തേങ്ങ തന്നെ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് 2/4 പാലും 3/4 പാലും കൂടെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതാ ഞാൻ 1/4 പാലും 2/4 പാലും 3/4 പാലും പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 കപ്പാണ് ഞാൻ 1/4 പാൽ എടുത്തിരിക്കുന്നത്. അതുപോലെ 2/4 പാൽ ഞാനിവിടെ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് വെള്ളം തേങ്ങാപ്പീരയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പിഴിഞ്ഞെടുത്താണ്. അതുപോലെ 3/4 പാൽ ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തതാണ് 3/4 പാൽ. അപ്പോൾ ഇനി നമ്മൾ ഈ പാൽ പിഴിഞ്ഞെടുത്തതിൻ്റെ ബാക്കിയുള്ള ഈ തേങ്ങാപ്പീര നമ്മളിനിയും യൂസ് ചെയ്യത്തില്ല, ഇതങ്ങ് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാൽ ഈ ഒരു കപ്പിലാണ് അളന്നെടുത്തിരിക്കുന്നത്. ഇത് 250 ml കപ്പാണ്. ഇതിനാണ് ഞാൻ തേങ്ങാപ്പാൽ അളന്നെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം നേരത്തെ തന്നെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം വയ്ക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പം നമ്മളിവിടെ ഒടിച്ചു വെച്ചിരിക്കുന്ന ഈ അടയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ ഇനി ഈ അട വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചവ്വരിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 2 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ ചവ്വരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കുതിരാനായിട്ട് ഇട്ടിരുന്നത്. അപ്പോൾ ഇനി ഈ ചവ്വരിയും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ശർക്കരയും കൂടെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെറുതായിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയ ശർക്കര ഈ ഒരു കളറിലായതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇതിനെയും നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടയൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ അട വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ച് ഒന്ന് ഞെരടി നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് അത് ഉടഞ്ഞു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതാ നമ്മുടെ ചവ്വരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഞാനൊരു സ്ട്രെയിനറിലേക്ക് ഊറ്റുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഊറ്റിയതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ നല്ല പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അട എല്ലാം കൂടെ കട്ടി പിടിക്കും. അപ്പോൾ ഞാനിവിടെ വേറൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിങ്ങനെ പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും ഈ അടയെല്ലാം കൂടെ. അല്ലെങ്കിൽ നമ്മുടെ അടയെല്ലാം കട്ട പിടിച്ചിട്ട് ഉണ്ട കെട്ടിപ്പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ശർക്കരയ്ക്കകത്തിലിട്ട് കഴിഞ്ഞാലും അത് ശരിയായി വരത്തില്ല, അത് അങ്ങനെ തന്നെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ ഇതുപോലെ
ഒരു പാത്രത്തിൽ ഇതുപോലെ പച്ചവെള്ളത്തിനകത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഈ അട. ഇപ്പോൾ അതാ നമ്മുടെ അടയൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ശർക്കരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ പത പോലെ വരുന്നത് ഇതിൻ്റെ അഴുക്കാണ്. അതിങ്ങനെ സ്പൂൺ വെച്ച് നമ്മൾ കോരിക്കളയണം. അത് അല്ലാതെ അരിച്ചെടുത്ത് കഴിഞ്ഞാലും കംപ്ലീറ്റ് പോകത്തില്ല. ഇതുപോലെ സ്പൂൺ വെച്ചത് കോരി തന്നെ മാറ്റണം. അപ്പോൾ ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ശർക്കരയും കൂടെ അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ശർക്കര അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പായസം ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ കുറച്ച് വലിയൊരു പാത്രം വേണം പായസം ഉണ്ടാക്കാനായിട്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ അടയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അടയൊന്നും ഒട്ടിപ്പിടിക്കാതെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടെ നമുക്ക് ഈ ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അടയും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നന്നായിട്ട് വറ്റി വരണം ഈ ശർക്കര. അപ്പം നന്നായിട്ട് ഇത് വറ്റി ഈ അടയിലേക്കെല്ലാം നന്നായിട്ട് ശർക്കര പിടിച്ച് വരണ്ട് വരണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനി നന്നായിട്ട് വറ്റി വരണ്ട് വരട്ടെ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചവ്വരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വേവിച്ച് വെച്ചേക്കുന്ന ചവ്വരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വരണ്ട് വരാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ. ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഒന്ന് വരണ്ട് അതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വരേണ്ടത്. ഇപ്പോൾ നമ്മുടെ അടയിലും ചവ്വരിയിലും ഒക്കെ നന്നായിട്ട് ശർക്കര പിടിച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് വരണ്ട് വരണം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അടിയിൽ പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ. ഇനി നമുക്കിതിലേക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇപ്പം 3 കപ്പാണ് മൂന്നാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ മൂന്നാം പാലും ഇതുപോലെ തന്നെ നന്നായിട്ട് വറ്റി വരണ്ട് വരണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനിയും നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ മൂന്നാം പാലും നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം വേണം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ 2 കപ്പ് രണ്ടാം പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതും ഇനി നന്നായിട്ട് വറ്റി വരണം. ഇത് നന്നായിട്ട് വറ്റി വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കുന്നത്. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ടാം പാലും നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വറ്റി ഈ ഒരു പരുവത്തിലായി വരണം. ഇനി നമ്മളിതിലേക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പാണ് ഒന്നാം പാൽ എടുത്തിരിക്കുന്നത്. ഇതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ തിളപ്പിക്കത്തില്ല, കാരണം ഇത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അതുകൊണ്ട് നമ്മൾ ഇനി ഇത് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടായി കഴിയുന്നുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തിളയ്ക്കേണ്ട, ഈ ഒരു പരുവത്തിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചുക്കുപൊടി ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്തിടണം. അപ്പോൾ നമ്മുടെ പായസം ഈ ഒരു തിക്നെസ്സിൽ നമ്മളിത് ഓഫ് ചെയ്യണം, കാരണം ഇത് ഇരുന്നിട്ട് ഇനി വീണ്ടും നന്നായിട്ട് തിക്കാവും. നമ്മൾ ചവ്വരി ഇട്ടിട്ടുണ്ട്, പിന്നെ ഇത് അരിയുടെ അടയാണെങ്കിലും ഇരുന്ന് കുറച്ചും കൂടെ ഇത് തിക്കാവും. അപ്പോൾ അങ്ങനെ തിക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ സാധാരണ പശുവും പാലുണ്ടല്ലോ, അത് കുറച്ചൊന്ന് തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്തും കൂടെ ഇതിലേക്ക് ഒന്ന് വറുത്തിടാം. അപ്പം ഞാനിതിപ്പം 1 പിടിയാണ് തേങ്ങാക്കൊത്ത് എടുത്തേക്കുന്നത്.
അപ്പോൾ ഞാൻ പായസം ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടി അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്കിനി ഒന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിലർ ഇതിലേക്ക് കറുത്ത എള്ള് വറുത്ത് ചേർക്കാറുണ്ട്. അതിഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കറുത്ത എള്ളും കൂടെ ഇതിലേക്ക് വറുത്ത് ചേർക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കിസ്മിസും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കൂടെ ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അടപ്രഥമൻ. അപ്പോൾ ഇത് ഉണ്ടാക്കുവാൻ അത്ര സിമ്പിളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് മെനക്കേടുണ്ട്. പക്ഷേ എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതാ ഞാൻ പായസം ഒരു ഉരുളിക്കകത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളിയിലോട്ട് മാറ്റിയതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ളുപ്പ് മതി. അത് നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തതാണ്. അത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മളുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്